ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലെ ലെജൻസ് ദാറ്റ് എക്കോ മലബാർ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. 1909 മുതൽ 1934 വരെയുള്ള 25 വർഷ കാലയളവിൽ ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ 128 കഥകൾ അടങ്ങുന്നവയാണ് ഐതിഹ്യമാല. ഈ കഥകൾ 100-150 വർഷങ്ങളോളം പഴക്കമുള്ളവയായതിനാൽ ഇത് നടക്കുന്നത് ഇന്നത്തെ കേരളത്തിലല്ല. 1956-ലാണല്ലോ നമ്മൾ ഇന്ന് കാണുന്ന കേരളം ഉണ്ടായത്. ഈ കഥകൾ നടക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തിലല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിവരണത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു. ട്രാവൻകൂർ, കൊച്ചിൻ ആൻഡ് മലബാർ സീരീസായി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതാത് ദേശത്തെ കഥകളെ അതാത് സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ദേശത്തിന് പരാമർശമില്ലാത്ത കഥകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഐതിഹ്യമാല ട്രാവൻകൂർ സീരീസിലെയോ കൊച്ചിൻ സീരീസിലെ കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി അതാത് എപ്പിസോഡ് കേൾക്കുക. ഐതിഹ്യമാലയിലെ ഈ കഥകളെ വിവരിക്കാനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള സായാഹ്ന ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഐതിഹ്യമാലയാണ്. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ഐതിഹ്യമാലയിലെ 119ാമത്തെ കഥയായ അറക്കൽ ബീവിയാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിട്ടാണ് അറക്കൽ കുടുംബം അറിയപ്പെടുന്നത്. ഈ ഒരു ഒറ്റ കാരണത്താൽ തന്നെ ഈ കഥ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാകും എന്ന് ഞാൻ കരുതുന്നു. അറക്കൽ ബീവിയുടെ സ്വദേശം ബ്രിട്ടീഷ് മലബാറിൽ ഉൾപ്പെട്ട ചിറക്കൽ താലൂക്കിൽ ചേർന്ന കണ്ണൂരും കുടുംബം ചിറക്കൽ തന്നെയുള്ള കോലത്തിരി രാജവംശത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു ശാഖയുമാണ്. ആ രാജവംശത്തിൽ നിന്ന് ഈ ശാഖ പിരിഞ്ഞുപോയതിന്റെ കാരണത്തെക്കുറിച്ച് ഐതിഹ്യം താഴെ പറയുന്നു. കൊല്ലവർഷം 4-ാം ശതാബ്ദം വരെ കോലത്തിരി രാജകുടുംബം കോലത്ത് നാട്ടിന്റെ അന്നത്തെ തലസ്ഥാനമായിരുന്ന ഏഴുമല കോട്ടയിലായിരുന്നു സ്ഥിരമായി താമസിച്ചിരുന്നത്. തദനന്തരം കുടുംബാംഗങ്ങൾ പല ശാഖകളായി വളരെ വർദ്ധിക്കുകയും കോലത്തിരി രാജാവും ശേഷം കൂറുവാഴ്ചക്കാരായ തമ്പുരാക്കന്മാരും തമ്മിൽ സ്പർദ്ധ മുഴുക്കുകയും ചെയ്യുകയാൽ ഓരോ ശാഖകൾ ഓരോരിക്കലായി മൂലകുടുംബത്തിൽ നിന്ന് പിരിഞ്ഞ് കത്തിമംഗലം, മാരിപ്പത്തു, പഴയങ്ങാടി, ചെറുകുന്ന്, വളപട്ടണം, ചിറക്കൽ എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ കോവിലകങ്ങളുണ്ടാക്കി താമസമുറപ്പിച്ചു. എന്നാൽ കോലത്തിരി രാജാവ് 7-ാം ശതാബ്ദം വരെ ഏഴിമല കോട്ടയിലെ കോവിലകത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. ചിറക്കലുള്ള ആ സ്ഥലം കണ്ണൂരിൽ നിന്ന് 20 നാഴിക വടക്കാണ്. ഏഴിമലയിൽ നിന്ന് പടിഞ്ഞാറെ സമുദ്രത്തിലേക്ക് അല്പം ദൂരമേ ഉള്ളൂ. മലയുടെ താഴ്വരയിൽ 18 നാലുകെട്ടുകളോട് കൂടിയ ഒരു വലിയ കോവിലകമുണ്ടായിരുന്നു. ആ കോവിലകം ഇരിക്കുന്ന പറമ്പും വളരെ വലുതായിരുന്നു. ആ പുരയിടത്തിന് അടുക്കൽ കൂടി ഒരു നദി പ്രവഹിക്കുന്നുമുണ്ടായിരുന്നു. ആ കോവിലകത്തിന്റെ ചുറ്റുമായി 500 ഗൃഹങ്ങളും സ്വൽപ്പം അകലെ ധനവാന്മാരും യുദ്ധവീരന്മാരുമായ ചില മുഹമ്മദീയരുടെ വീടുകളും ഉണ്ടായിരുന്നു. അക്കാലത്ത് ഏഴിമല കോവിലകത്ത് താമസിച്ചിരുന്ന അവിവാഹിതകളായ 2 കൊച്ചു തമ്പുരാട്ടിമാർ കോവിലകത്ത് നിന്ന് പുഴയിലേക്ക് മതിൽ കെട്ടിയിറക്കിയിരുന്ന കുളിക്കടവിലേക്ക് കുളിക്കാനായിട്ട് പതിവ് പോലെ ഒരു ദിവസം പോയിട്ട് പതിവിലധികം നേരം വെള്ളത്തിൽ കിടന്ന് ചാടിയുകയും മറിയുകയും ചെയ്തു. പുഴയുടെ മധ്യത്തിലേക്ക് നീന്തുകയും ചെയ്തു. സ്വല്പസമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ക്ഷീണിക്കുകയും ചെയ്തു. അതിനാൽ അനുജത്തിയായിരുന്ന തമ്പുരാട്ടി നീന്തി കരയ്ക്ക് കയറി. ജ്യേഷ്ഠത്തിയായിരുന്ന മറ്റേ കൊച്ചു തമ്പുരാട്ടി കരയിലേക്ക് നീന്തിയിട്ട് കൈയും കാലും കുഴഞ്ഞു പോവുകയാൽ കരയിലെത്താൻ സാധിക്കാതെ ഒഴുക്കിലകപ്പെട്ട് താഴ്ന്നു പോയി തുടങ്ങി. കരയിൽ നിന്നിരുന്ന കൊച്ചു തമ്പുരാട്ടി അത് കണ്ട് പരിഭ്രമിച്ച് ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ സ്വൽപ്പം ദൂരെ പുഴക്കടവിൽ തന്നെ കുളിച്ചുകൊണ്ട് നിന്നിരുന്ന യുവാവും സുമുഖനുമായിരുന്ന ഒരു മുഹമ്മദീയൻ നിലവിളി കേട്ട് ഈ കടവിലേക്ക് ഓടിയെത്തുകയും സംഗതി മനസ്സിലാക്കി തന്നെ 2-ാം മുണ്ടും കൂടി അരയിൽ മുറുക്കി കെട്ടിക്കൊണ്ട് വെള്ളത്തിൽ ചാടി രാജകുമാരിയുടെ കൈ പിടിച്ച് കരയോടടുപ്പിച്ചിട്ട് കരയ്ക്ക് കയറുകയും ചെയ്തു. രാജകന്യക നിലയുള്ള സ്ഥലത്തായിട്ടും കരയ്ക്ക് കയറാതെ കഴുത്തോളം വെള്ളത്തിൽ തന്നെ നിന്നതേയുള്ളൂ. ബുദ്ധിമാനായിരുന്ന ആ മുഹമ്മദീയൻ അതിന്റെ കാരണമറിഞ്ഞ് തന്റെ അരയിൽ കെട്ടിയിരുന്ന 2-ാം മുണ്ട് നനഞ്ഞിരുന്നുവെങ്കിലും കോടിയായിരുന്നതിനാൽ അതഴിച്ച് രാജകുമാരിക്ക് എറിഞ്ഞു കൊടുത്തതിനു ശേഷം അവിടെ നിൽക്കാതെ വീട്ടിലേക്ക് പോയി. രാജകുമാരി ഉടുത്തിരുന്ന വസ്ത്രം ഒഴുക്കിന്റെ ശക്തിയാൽ വെള്ളത്തിൽ നഷ്ടപ്പെട്ടതുകൊണ്ട് കരയ്ക്ക് കയറാതെ വെള്ളത്തിൽ തന്നെ നിന്നിരുന്നത്. അപ്പോൾ ആ മുഹമ്മദിയന്റെ 2-ാം മുണ്ട് കിട്ടിയതിനാൽ അതുടുത്തുകൊണ്ട് കരയ്ക്ക് കയറി കുളിപ്പുരയിൽ ചെന്ന് കുളി കഴിച്ചു. അപ്പോഴേക്കും തുണയ്ക്കു വേണ്ടുന്ന ദാസിമാർ അവിടെ എത്തുകയാൽ അവരോടുകൂടി ആ കന്യകമാർ കോവിലകത്തേക്ക് പോവുകയും ചെയ്തു. ഈ വർത്താനമെല്ലാം ക്ഷണനേരം കൊണ്ട് ആ ദിക്കിൽ സർവത്ര പരക്കുകയും ആപത്തിൽ നിന്ന് രക്ഷിച്ച ആ കന്യകയുടെ മാതുലനായിരുന്ന കോലത്തിരി രാജാവിന്റെ കർണങ്ങളിൽ എത്തുകയും ചെയ്തു. തന്റെ ഭാഗിനിയെ ആ അത്യാപത്തിൽ നിന്ന് രക്ഷിച്ച മുഹമ്മദീയനെ കുറിച്ച്
വളരെ സന്തോഷം തോന്നുകയാൽ തമ്പുരാൻ ഉടനെ തന്നെ ആളെ അയച്ച് ആ മുഹമ്മദിയനെ കോവിലകത്തേക്ക് വരുത്തി. അപ്പോൾ ആ യുവാവ് തന്റെ സൈന്യത്തിൽ ചേർന്നിട്ടുള്ള ഒരു ഭടനാണെന്ന് കൂടി അറിയുകയാൽ തമ്പുരാന് അയാളെക്കുറിച്ചുള്ള സന്തോഷം പൂർവാധികം വർദ്ധിക്കുകയും അയാൾക്ക് അനേകം സമ്മാനങ്ങളും വളരെ വസ്തുവകകളും പട്ടാളത്തിൽ ഉയർന്ന തരത്തിലുള്ള ഒരു ഉദ്യോഗവും കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. നീരാട്ട് കഴിഞ്ഞ് കോവിലകത്തേക്ക് ചെന്ന രാജകന്യകമാരിൽ മൂത്ത കന്യക അകത്ത് കടക്കാതെ അവിടെ അടുത്തു തന്നെ ഉണ്ടായിരുന്ന ഉപഗ്രഹത്തിൽ ചെന്നിരുന്നു. അമ്മ തമ്പുരാട്ടി മുതലായ തമ്പുരാട്ടിമാരും മറ്റും വളരെ പറയുകയും നിർബന്ധിക്കുകയും ചെയ്തിട്ടും ആ കന്യക അവിടെ നിന്ന് ഇളകിയില്ല. ഗുരുജനങ്ങൾ നിർബന്ധിച്ചപ്പോൾ ആ രാജകുമാരി, വെള്ളത്തിൽ നിന്ന് എന്നെ പിടിച്ചു കയറ്റിയപ്പോൾ ആ മുഹമ്മദിയൻ എന്നെ പാണിഗ്രഹം കഴിച്ചു. പിന്നെ നനഞ്ഞെങ്കിലും കോടിയായ ഒരു മുണ്ട് എനിക്ക് ഉടുക്കാൻ അയാൾ തരികയും ചെയ്തു. ഇത് രണ്ടും കൊണ്ട് എന്റെ വിവാഹകർമ്മം മിക്കവാറും കഴിഞ്ഞിരിക്കുന്നു. രാജകന്യകമാരെ മുഹമ്മദിയർ വിവാഹം കഴിക്കുക വിഹിതമല്ലല്ലോ. അതിനാൽ ഞാനിപ്പോൾ ഭ്രഷ്ടായിരിക്കുന്നു. എനിക്കിനി അകത്ത് കടക്കാൻ പാടില്ല എന്നാണ് സമാധാനം പറഞ്ഞത്. ഈ വർത്തമാനം അറിഞ്ഞപ്പോൾ കോലത്തിരി തമ്പുരാൻ എന്ത് ചെലവ് വന്നാലും തക്കതായ വൈദിക പ്രായച്ചിത്തങ്ങൾ ചെയ്യിച്ച് രാജകുമാരിയെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമെന്ന് തീർച്ചപ്പെടുത്തി. ആ വിവരം സ്ത്രീജനങ്ങൾ മുഖാന്തരം രാജകുമാരിയെ അറിയിച്ചു. അതുകൊണ്ടും ആ രാജകുമാരിയുടെ നിശ്ചയത്തിന് ലേശവും ഇളക്കമുണ്ടായില്ല. പിന്നെ തമ്പുരാൻ തന്റെ ഭാഗിനേയിയുടെ അടുക്കൽ ചെന്ന് വളരെ നിർബന്ധിച്ചു നോക്കി. അതുകൊണ്ടും ഫലമൊന്നും ഉണ്ടായില്ല. ആ രാജകന്യകയുടെ നിശ്ചയത്തിന് ഇളക്കം വരുത്തുക എന്നത് ആരാലും സാധ്യമല്ലെന്ന് ഉറപ്പുവരികയാൽ കോലത്തിരി തമ്പുരാൻ കോവിലകത്തുണ്ടായിരുന്ന ശേഷം തമ്പുരാക്കന്മാരോടും മറ്റും ആലോചിച്ച് എല്ലാവരുടെയും സമ്മതപ്രകാരം പ്രധാന കോവിലകത്തോടടുത്ത് തന്നെ കെങ്കേമമായി വേറെ ഒരു കോവിലകം പണിയിച്ചു രാജകന്യകയുടെ താമസം അവിടെ ആക്കുകയും ആ രാജകുടുംബത്തിൽ ശേഷമുണ്ടായിരുന്ന തമ്പുരാട്ടിമാരെ പോലെ സുഖമായി കഴിഞ്ഞുകൂടാൻ തക്കവണ്ണമുള്ള വസ്തുവകകളും പണ്ടങ്ങളും പാത്രങ്ങളും മറ്റുമെല്ലാം കൊടുക്കുകയും പ്രാണരക്ഷ ചെയ്ത ആ യുവാവിനെ കൊണ്ട് മുഹമ്മദിയ പ്രകാരം ആ രാജകന്യകയെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. അക്കാലം മുതൽ ആ രാജകുമാരിയുടെ നാമധേയം അറക്കൽ ബീബി എന്നായി തീർന്നു. തിരുവിതാംകൂർ മഹാരാജ കുടുംബത്തിലെയും മറ്റും കൊച്ചു തമ്പുരാട്ടിമാരെ പള്ളികെട്ട് കഴിക്കുന്ന കോയിത്തമ്പുരാന്മാരെ പോലെ ഈ ബീവിയെ കല്യാണം കഴിച്ച മുഹമ്മദീയനെയും ചെലവിനെല്ലാം കൊടുത്ത് ബീവിയുടെ കൂടെ തന്നെ താമസിപ്പിച്ചു. അദ്ദേഹത്തിന് വേണ്ടുന്ന പരിചാരകന്മാരെയും നിയമിച്ചു കൊടുത്തു. വസ്തുവകകളുടെ ഉടമസ്ഥത ബീവിക്ക് തന്നെയായിരുന്നു. കാര്യങ്ങളെല്ലാം ശരിയായി നോക്കി ഭരിച്ചിരുന്നതിനാൽ അറക്കൽ ബീവി എന്നുള്ള നാമം ലോകപ്രസിദ്ധമായി തീർന്നു. അറക്കൽ ബീവിയുടെ സന്താന പരമ്പരയിൽ ഉൾപ്പെട്ട പുരുഷന്മാരെ അറക്കൽ രാജാക്കന്മാർ എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. ഇനി ഈ അറക്കൽ കുടുംബം കണ്ണൂരിലായത് എങ്ങനെയെന്നുകൂടി ചുരുക്കത്തിൽ പറയാം. കൊല്ലവർഷം 7-ാം ശതാബ്ദത്തിന്റെ ആദ്യകാലത്ത് കോലത്തിരി രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്ന അരയൻകുളങ്ങര നായർ മുഹമ്മദ് മതം സ്വീകരിച്ച് ഒരു മുഹമ്മദാലിയായി തീർന്നു. എന്നാൽ പിന്നെയും അദ്ദേഹം കോലത്തിരി തമ്പുരാന്റെ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചില്ല. ആ മുഹമ്മദ് അലി തന്റെ സ്വാമിയായ തമ്പുരാന്റെ അനുവാദത്തോടുകൂടി അറക്കൽ കൊട്ടാരത്തിൽ നിന്ന് ഒരു ബീവിയെ കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന്റെ കാലാനന്തരം അദ്ദേഹത്തിന്റെ പുത്രന്മാരായ മമ്മാലി കിടാവുകൾ കോലത്തിരി തമ്പുരാന്റെ പ്രധാന സേവകരുമായി തീർന്നു. അവരിൽ കോലത്തിരി രാജാവിന്റെ സേനാനായകനായി തീർന്ന ആലി മൂസ എന്ന യുദ്ധവീരൻ മാലിദ്വീപുകൾ പിടിച്ചടക്കി തന്റെ സ്വാമിക്ക് കൈവശപ്പെടുത്തിക്കൊടുത്തു. കോലത്തിരി തമ്പുരാൻ ഏറ്റവും സന്തോഷിച്ച് ആ ദ്വീപുകളിൽ നിന്ന് കൊല്ലംതോറും കിട്ടുന്ന പാട്ടത്തിൽ നിന്ന് ആലി മൂസ ഖാനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എന്നും അനുഭവിക്കാനായി പണവും കണ്ണൂരിൽ തമ്പുരാനുണ്ടായിരുന്ന ഒരു വലിയ കോട്ടയും കാനത്തൂര് കാനോത്തുചാല് എന്നീ 2 ദേശങ്ങളും സമ്മാനമായി കൊടുത്തു. തദനന്തരം കോലത്തിരി തമ്പുരാൻ ഏഴുമലക്കോട്ട വിട്ട് വളപട്ടണ കോട്ടയിലും ആലിമൂസ അറക്കൽ കുടുംബവും തമ്പുരാൻ കൽപ്പിച്ചു കൊടുത്ത കണ്ണൂർ കോട്ടയിലും താമസമാക്കി. അതിനുശേഷം ആലിമൂസയുടെ സഹായത്താൽ കോലത്തിരി തമ്പുരാൻ ലക്ഷദ്വീപുകളെ ആക്രമിച്ചു പിടിച്ചടക്കുകയും ആ ദ്വീപുകളെ ആണ്ടുതോറും പണം കപ്പം കൊടുക്കണമെന്ന നിശ്ചയത്തോടുകൂടി അറക്കൽ ബീവിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അതുകൂടാതെ കോലത്തിരി തമ്പുരാൻ ആലിമൂസയ്ക്ക് ആഴി രാജാവ് എന്നൊരു സ്ഥാനവും കൽപ്പിച്ചു കൊടുത്തു. അത് കാലക്രമേണ ഭേദപ്പെട്ട് ആലി രാജാവ് എന്നായി തീർന്നു. ഇപ്പോൾ ആഴി രാജാവ് എന്ന് ആരും പറയാറില്ല. എല്ലാവരും ആലി രാജാവ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നും അറക്കൽ കോവിലകത്തുള്ളവരും ചിറക്കൽ രാജകുടുംബത്തിലുള്ളവരും ഏറ്റവും മൈത്രിയോടും വിശ്വസ്തയോടും കൂടി തന്നെയാണ് വർത്തിച്ചു പോരുന്നത്. ഇതാണ് ഐതിഹ്യമാലയിലെ അറക്കൽ ബീവി എന്ന കഥ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറക്കൽ ബീവിയുടെ പിൻഗാമികൾ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അറക്കൽ കൊട്ടാരത്തിന് പഴയ പ്രൗഢിയൊക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ കൊട്ടാരത്തിന്റെ നല്ലൊരു ഭാഗം ഗവൺമെന്റ് അറക്കൽ മ്യൂസിയമായി പരിപാലിക്കുന്നു എന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. പഴയ നല്ല ഒരു ഇന്നലെയുടെ ഓർമ്മകളിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുപോകുന്ന ഇത്തരം മ്യൂസിയങ്ങൾ വളരെ നല്ലതാണ്. അത് നടത്തിക്കൊണ്ടു പോകുന്ന സർക്കാരിന് നന്ദി. ഞാൻ അറക്കൽ മ്യൂസിയത്തിൽ പോയിട്ടില്ല. നിങ്ങൾ അറക്കൽ രാജകുടുംബാംഗമാണോ?
അതോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും അറക്കൽ രാജകുടുംബാംഗമാണോ? ഇതൊന്നുമല്ല എങ്കിൽ നിങ്ങൾ കണ്ണൂരിലുള്ള അറക്കൽ മ്യൂസിയം കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തണം. ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തണം. താങ്ക് യു.